പ്രിയപ്പെട്ടവരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇവിടെ കാസർഗോഡ് ജില്ലയിലാണുള്ളത്. കാസർഗോഡ് ജില്ലയിലെ പോത്താങ്കണ്ടത്താണുള്ളത്. അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലം. ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മുടെ ടൊവിനോയുടെ ഒരു ഫിലിം ഷൂട്ട് നടന്നത്. അന്നിവിടെ ഞാൻ വന്നിരുന്നു, ഷൂട്ടിംഗ് കാണാൻ വേണ്ടി വന്നിരുന്നു. അന്നിവിടെ അതിൻ്റെ സെറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതിഗംഭീരമാണെന്ന് തന്നെ പറയാം. കളരിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് അതിമനോഹരമായിട്ട് സെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ക്ഷേത്രത്തിൻ്റെ സെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ചുറ്റും മതിലുകളുണ്ടായിരുന്നു. ആ മതിലുകളൊക്കെ പൊളിച്ചതിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോൾ ഇവിടെ കാണാം കേട്ടോ. അതുകൂടാതെ ഇവിടെ ഇപ്പോൾ അവശേഷിക്കുന്നതെന്ന് പറഞ്ഞ ഒരു കുളം, ആ കുളം മുമ്പേ നിർമ്മിച്ചു വെച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കല്ല് കൊത്തിയെടുത്തതിൻ്റെ ഭാഗമായിട്ട് നിർമ്മിക്കപ്പെട്ടതായിരിക്കണം. അവിടെ വെള്ളം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അവിടെ കുളിക്കാനൊക്കെ പറ്റുന്നൊരു സംവിധാനമാണ്. ഞാനിവിടെ വന്നപ്പം പല ഭാഗങ്ങളിലായിട്ട് വാഹനങ്ങളിൽ നിരവധി ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. ആ ആളുകളെല്ലാം അവരുടെ സന്തോഷങ്ങളിൽ ഏർപ്പെടുന്നു. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കാനൊക്കെ പറ്റുന്ന മനോഹരമായിട്ടുള്ള സ്ഥലം കേട്ടോ. നമ്മൾ വെള്ളച്ചാട്ടങ്ങൾ തേടിയാണ് ഇപ്പോൾ ഈ മഴക്കാലത്ത് യാത്ര ചെയ്യുന്നത്. പക്ഷേ ഈ ചാറ്റൽ മഴയൊക്കെ കൊണ്ട് ഓടി നടക്കാൻ വേണ്ടി ഒരു സ്ഥലം നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരെ, ഫാമിലിക്കൊപ്പം പോരെ. കുറച്ച് ഭക്ഷണമൊക്കെ കരുതിക്കോ. നമുക്കിവിടെ ഫാമിലിയുടെ ഒപ്പം ഇരുന്നിട്ട് കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് വളരെ എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടോ. ഒരു വൈകുന്നേരം ഒരു 4 മണിക്കൊക്കെ വരികയാണെങ്കിൽ ആ സമയത്തൊന്നും ഇവിടെ ആൾ കുറവാണ്. പിന്നെ പകൽ, വെയിലുള്ള സമയങ്ങളിൽ പകൽ വരരുത്, നല്ല വെയിലായിരിക്കും. നിങ്ങൾക്ക് ആ വെയിൽ കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അല്ലാത്ത സമയങ്ങളിൽ വന്നോളൂ. അതിമനോഹരമായിട്ടുള്ള പാറപ്രദേശമാണ്. ഈ പച്ചപ്പാണ് ഇവിടുത്തെ ഏറ്റവും നല്ല സൗന്ദര്യം. അതുപോലെ തന്നെ ഇതാ ഞാൻ ഈ പറഞ്ഞ കുളമാണ് ഇവിടെ കാണുന്നത്. ഇതിന് പടവുകളുണ്ട്, സൈഡിൽ പടവുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആഴം എത്രയാണെന്ന് അറിയത്തില്ല. അപ്പം കുളത്തിലേക്കൊന്നും വന്ന് ആരും ഇറങ്ങരുത്, കാരണം ഇതിൻ്റെ ആഴം അറിയത്തില്ല. അത്രയും ആഴം അറിയാവുന്നവർ, നല്ല നീന്താനൊക്കെ പറ്റുന്ന ആളുകൾക്കൊക്കെ ആണെങ്കിൽ പറ്റുമായിരിക്കും. അതുപോലെ നീന്തൽ പഠിക്കേണ്ടവർക്കൊക്കെ ആണെങ്കിൽ ഈ പ്രദേശത്തെക്കുറിച്ച് അറിയുന്ന ആളുകളോട് അന്വേഷിച്ചു കൊണ്ട് വന്നു കഴിഞ്ഞാൽ നല്ലതാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ്. എത്രയും പെട്ടെന്ന് വരിക. നിങ്ങൾക്ക് കാണാത്തവർ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. കൂട്ടുകാരും ഒത്തൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. മഴയാണ്, അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്തിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റണുള്ളൂ. അപ്പം മറ്റൊരു വീഡിയോ ഇതിനും മനോഹരമായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റിയാൽ ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.